നമ്മൾ അടുത്ത ടോപ്പിക്കാണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റും വാട്ട് ഈസ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആൻഡ് വാട്ട് ഈസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഡെഫിനേഷൻ ഉണ്ട് നോക്കാം. It is the assurance or guarantee in the form of cash on the part of the contractor to keep open the offer for consideration and to confirm his intention to take up the work accepted in his favor for execution. അതായത് എന്താണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു കോൺട്രാക്റ്റിൻ്റെ പ്രോസസ്സ് എന്താ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ടെൻഡർ വിളിക്കും അല്ലേ. ടെൻഡർ വിളിച്ചിട്ട് പിന്നെ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സ് ടെൻഡർ ഫോമും ടെൻഡർ നോട്ടീസും നോക്കിയിട്ട് ടെൻഡർ അയക്കും. അവർ ബിഡ് ചെയ്യും. അപ്പോൾ ആ ബിഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് മണി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതായത് അഷ്വറൻസ് അല്ലെങ്കിൽ ഗ്യാരണ്ടി ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓൺ ദ പാർട്ട് ഓഫ് ദ കോൺട്രാക്ട്. അതായത് കോൺട്രാക്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ള അഷ്വറൻസ് അല്ലെങ്കിൽ ഗ്യാരണ്ടി എന്നുള്ള മീനിങ്ങിൽ നമ്മൾ കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് ഒരു ആ വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ആ വർക്ക് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ ആ കോൺട്രാക്ടർ ഭാഗത്തു നിന്നുള്ള അഷ്വറൻസ് അല്ലെങ്കിൽ അയാൾ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി പോലെ അയാൾ പിന്നെ ടെൻഡർ ബിഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെൻഡർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ കോൺട്രാക്ടർ ടെൻഡർ ഫോം കൊടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് സം പെർസെൻറ്റേജ് ഓഫ് മണി അല്ലെങ്കിൽ സം പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് അയാൾ ഡെപ്പോസിറ്റ് ചെയ്യും ഫോർ ദ ഓണറിന് ഡെപ്പോസിറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ആ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്യാരണ്ടി എന്നുള്ള ഫോമിൽ, അതായത് അയാൾ ആ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അയാൾക്ക് ആ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് ടെൻഡർ വെറുതെ കൊടുക്കുന്നതല്ല. ടെൻഡർ കൊടുത്താലും ടെൻഡർ ഇപ്പോൾ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അയാൾ ആ വർക്ക് അയാൾ ഏറ്റെടുത്ത് ചെയ്തോളാം. അങ്ങനെ ഒരു അഷ്വറൻസിൻ്റെ മീനിങ്ങിൽ അഷ്വറൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കോൺട്രാക്ടർ കൊടുക്കുന്ന ഒരു ഓഫർ അല്ലെങ്കിൽ ആ കോൺട്രാക്ടർ കൊടുക്കുന്ന അയാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണിയാണ്, അയാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസക്കാണ് നമ്മൾ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓണർ കൊടുത്ത ഓഫർ അക്സെപ്റ്റ് ചെയ്തു, ആ ഒരു വർക്ക് ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ അയാൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസയാണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. അപ്പോൾ ഈ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എപ്പോഴാണ് നമ്മൾ കൊടുക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ടെൻഡർ ഫോം വാങ്ങിച്ചിട്ട് നമ്മൾ ബിഡ് ചെയ്യുമല്ലോ, ഇത്ര രൂപയ്ക്ക് ഞാനത് ചെയ്തു തരാം എന്നുള്ള രീതിയിൽ ടെൻഡർ കൊടുക്കുമല്ലോ, ആ സമയത്ത് തന്നെ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റും ഈ കോൺട്രാക്ടർ ഡെപ്പോസിറ്റ് ഒന്നുകിൽ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബാങ്കിൽ ചെക്കായിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ ആ പൈസ ആ കോൺട്രാക്ടർ ഓണറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് എന്താ പറഞ്ഞത്, ഇൻ കേസ് ഓഫ് ടെൻഡർ ഫെയിൽസ് ഹിസ് മണി ഈസ് ഫോർഫിറ്റഡ് ടു ഗവൺമെൻറ്. അപ്പോൾ ഈ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ടോട്ടൽ ആ വർക്കിൻ്റെ കോസ്റ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കോൺട്രാക്ടർ. അപ്പോൾ അപ് ടു 5 lakhs വരെയുള്ള വർക്കാണെങ്കിൽ അതിൻ്റെ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ 2 to 0.5% ആയിരിക്കും. ആ 5 lakhsൻ്റെ 2 to 0.5% ആയിരിക്കും ഉണ്ടാവും. മാക്സിമം 10,000 വരെ വരാൻ പാടുള്ളൂ. ഇനി എബോവ് 5 lakhs ആണെങ്കിൽ 2% ആയിട്ട് നമ്മൾ ഏണസ്റ്റ് മണി കൺസിഡർ ചെയ്യുക. അതിൽ മാക്സിമം 20,000 വരാൻ പാടുള്ളൂ. പിന്നെ എന്താ പറഞ്ഞാൽ അടുത്ത പാരഗ്രാഫ് എന്താ, ദിസ് എമൗണ്ട് വിച്ച് ഈസ് ടു ബി accompany the tender form as guarantee of the tender is known as earnest money. പറഞ്ഞല്ലോ ഓൾറെഡി. It is usually about 1 to 2% of the total estimated cost of the work. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 1 to 2% ഓഫ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആയിരിക്കും നമ്മൾ യൂഷ്വലി ഏണസ്റ്റ് മണി എന്ന് പറഞ്ഞിട്ട് ഡെപ്പോസിറ്റ് കോൺട്രാക്ടർ എടുക്കുന്ന ഓണർ വാങ്ങിക്കുന്നത്. ഓക്കെ, 1 to 2%. ദിസ് എമൗണ്ട് ഈസ് കെപ്റ്റ് വിത്ത് ദ ഡിപ്പാർട്ട്മെൻറ്റ് ടിൽ ദ കോൺട്രാക്ട് ഈസ് അലോക്കേറ്റഡ് ടു സം കോൺട്രാക്ടർ. Earnest money is returned to unsuccessful contractor, forfeited in case of non-bona fide contractor, and is returned for the successful contractor for the further adjustment with security deposit. അതായത് ഈ വർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കോൺട്രാക്ട് കൊടുക്കുന്നവരെ എന്തായിരിക്കും ഈ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ പൈസ ഈ ഓണറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ടെൻഡർ അക്സെപ്റ്റൻസ് ഒക്കെ കഴിഞ്ഞ് ഒരാൾക്ക് ഈ വർക്ക് കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ അൺസക്സസ്ഫുൾ കോൺട്രാക്ടർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ പൈസ തിരിച്ചു കൊടുക്കും.
അവർ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്ത് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് അവർക്ക് അൺസക്സസ്ഫുൾ കോൺട്രാക്ടർക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഈ കോൺട്രാക്ട് ഈ വർക്ക് ഏറ്റെടുത്ത അല്ലെങ്കിൽ ഈ കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടർ ഉണ്ടാവുമല്ലോ, അവരതിന് ശേഷം ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു എമൗണ്ട് കൂടി ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അത് അടുത്ത പഠിക്കാൻ എന്താ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. അപ്പോൾ അവരുടെ കേസിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവർക്ക് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കില്ല, അവർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റുമായിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യും. അവർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ്റെ അകത്ത് അടക്കേണ്ടത് ഇതിൻ്റെ ബാക്കി തുക മാത്രമേ, അവർ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എത്രയാണോ അടച്ചാൽ അതിൻ്റെ ബാക്കി തുക മാത്രമേ ഇനി അവർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ്റെ അകത്ത് അടക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവരെ പൈസ എന്ന് പറയുന്നത് അവർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അൺസക്സസ്ഫുൾ കോൺട്രാക്ടർക്കാണെങ്കിൽ ആ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കും. അതാണ് പറയുന്നത്. ഓക്കെ. Earnest money serves as a check so that the contractor may not refuse to accept the work or run away from when his tender is accepted. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻ വെച്ചാൽ അയാളെ ഭാഗത്തു നിന്നുള്ള ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ചെക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ, ആദ്യം നമ്മൾ ഇത്ര പൈസ 10,000 ഡെപ്പോസിറ്റ് ചെയ്തു, ടോട്ടൽ വർക്കിൻ്റെ 1 to 2%, ടോട്ടൽ വർക്കിൻ്റെ ടോട്ടൽ കോസ്റ്റിൻ്റെ 1 to 2%, ഒരു 10% ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വെച്ചോ. അപ്പോൾ അത്രയും പൈസ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വർക്ക് ആ കോൺട്രാക്ടർക്കാണ് ടെൻഡർ കിട്ടിയതെങ്കിൽ എന്താക്കും, ആ കോൺട്രാക്ടർ ആ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ വർക്ക് ഒഴിവാക്കില്ല, റിഫ്യൂസ് ചെയ്യില്ല. അതായത് അല്ലെങ്കിൽ അയാൾ ആ വർക്ക് ചെയ്യാതെ അയാൾ പിന്നെ ഒഴിവാക്കിയിട്ട് പോവില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കില്ല, അത് ഗവൺമെൻറ്റിനുള്ള പൈസ ആയിരിക്കും. അല്ലെങ്കിൽ അപ്പോൾ അതിനുള്ളൊരു ചെക്ക് അല്ലെങ്കിൽ അതിനുള്ളൊരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു ചെക്കായിട്ടാണ് നമ്മൾ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നത്. The amount of earnest money deposit depends on the estimated cost of the work. അത് പറഞ്ഞല്ലോ, എത്ര എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ വർക്കിനാണ് ഡിപ്പെൻഡ്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എബോവ് 5 lakhs ആണെങ്കിൽ, എബോവ് 5 lakhs ആണെങ്കിൽ അപ് ടു 5 lakhs വരെ 2 to 0.5% വരെ വാങ്ങിക്കും. എബോവ് 5 lakhs ആണെങ്കിൽ അതിൻ്റെ 2% ആയിരിക്കും വാങ്ങിക്കുക. അതുപോലത്തെ കണക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും കൂടി വായിച്ചു നോക്കാം. പിന്നെന്താ പറയുന്നത്, ലാസ്റ്റ് പാരഗ്രാഫ്. ദ ഏർണസ്റ്റ് മണി മേ ബി ക്യാഷ് ഓർ എൻകാഷബിൾ അറ്റ് എനി ടൈം. ഒന്നുകിൽ ഏർണസ്റ്റ് മണി നമുക്ക് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു എൻകാഷബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ നമുക്ക് കൊടുക്കാം. ഇറ്റ് മേ ബി ഇൻ ഫോം ഓഫ് ഡെപ്പോസിറ്റ് ഇൻ ട്രഷറി ഓർ സ്റ്റേറ്റ് ബാങ്ക് ഓർ അതർ അപ്രൂവ്ഡ് ബാങ്ക് ഓർ ഗവൺമെൻറ് സെക്യൂരിറ്റി or saving certificate or post office saving passbook or cash certificate pledged to the executive engineer. ഇങ്ങനെയുള്ള ഏതും ആവാം. ഒന്നിക്കൽ ഡെപ്പോസിറ്റ് ആവാം, ട്രഷറിയിലെ സ്റ്റേറ്റ് ബാങ്കിലെ ഏതെങ്കിലും ബാങ്കിലെ ഡെപ്പോസിറ്റ് ആവാം, അല്ലെങ്കിൽ സേവിങ് സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ സേവിങ് പാസ്ബുക്കിൻ്റെയോ സേവിങ്സിൻ്റെ പാസ്ബുക്ക് ആവാം, അങ്ങനെ എന്തും ആവാം. ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്നിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ചെക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ കോൺട്രാക്ടർ കൊടുക്കുന്ന പൈസയാണ്. അത് 1 to 2% ഓഫ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആയിരിക്കും. അത് അൺസക്സസ്ഫുൾ കോൺട്രാക്ടർക്ക് തിരിച്ചു കൊടുക്കും. സക്സസ്ഫുൾ കോൺട്രാക്ടർ ആണെങ്കിൽ അവരെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. ഇനി അടുത്ത ടോപ്പിക്കാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. Amount deposited by the contractor whose tender has been accepted in order to render himself liable to department to pay compensation if the work is not carried out according to specification, time limit, conditions of contract. എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ശരിക്കും എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഒരു വർക്ക് ടെൻഡർ വിളിച്ചു, എന്നിട്ട് ആ ടെൻഡർ ഏതെങ്കിലും ഒരു കോൺട്രാക്ടർക്ക് ടെൻഡർ കൊടുത്തു, അത് ഏതെങ്കിലും ഒരു കോൺട്രാക്ടർക്ക് ആ വർക്ക് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, ആ വർക്ക് കൊടുത്തതിന് ശേഷം ആ കോൺട്രാക്ടർ ആ വർക്ക് നല്ല രീതിയിൽ, അതായത് വിത്തിൻ ടൈം പീരീഡിനുള്ളിൽ ഒരു ലാഗും ഇല്ലാതെ നല്ല ക്വാളിറ്റി വർക്ക് നല്ല ക്വാളിറ്റിയുള്ള വർക്ക് ആ വർക്ക് കംപ്ലീറ്റ് ആവുന്നവരെ അയാൾ ആ ഒരു ബിൽഡിംഗാണ് ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ആ ബിൽഡിങ് കൺസ്ട്രക്ഷൻ പകുതിക്ക് വെച്ച് നിർത്താതെ അതിൻ്റെ വിത്തിൻ ടൈം പീരീഡിനുള്ളിൽ കൊടുത്ത ടൈം പീരീഡിനുള്ളിൽ അയാൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കോസ്റ്റ് വിത്തിൻ കോസ്റ്റിനുള്ളിൽ അയാൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ അതിനൊക്കെയുള്ളൊരു ഒരു ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ കോൺട്രാക്ടർ ആദ്യം എന്ത് ചെയ്യണം, ഓണറിന് ഒരു ഇത്ര % ഓഫ് ടോട്ടൽ കോസ്റ്റ്
കോസ്റ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഓണറിന് ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അതായത് അയാളെ വർക്കിൻ്റെ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ അതായത് അയാൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും, ആ വിത്തിൻ ടൈം പീരീഡിനുള്ളിൽ അയാൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതിനെ ഒരു സെക്യൂരിറ്റി പോലെ അയാൾ കുറച്ച് എമൗണ്ട് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഓണറിന് കൊടുക്കണം. ആ എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, എമൗണ്ട് ഡെപ്പോസിറ്റഡ് ബൈ ദ കോൺട്രാക്ടർ. അതായത് ഒരു സക്സസ്ഫുൾ കോൺട്രാക്ടർ ഉണ്ടാവില്ല, ടെൻഡർ കിട്ടി, ആ സക്സസ്ഫുൾ കോൺട്രാക്ടർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ്. എന്തിനു വേണ്ടിയിട്ട്, ഹസ് ബീൻ ആക്സെപ്റ്റഡ് ഹൂസ് ടെൻഡർ ഹാസ് ബീൻ ആക്സെപ്റ്റഡ് ഇൻ ഓർഡർ ടു റെൻഡർ ഹിംസെൽഫ് ലയബിൾ ടു ഡിപ്പാർട്ട്മെൻറ്റ് ടു പേ കോമ്പൻസേഷൻ ഇഫ് ദ വർക്ക് ഈസ് നോട്ട് ക്യാരിഡ് ഔട്ട് അക്കോർഡിംഗ് ടു സ്പെസിഫിക്കേഷൻ, ടൈം ലിമിറ്റ്, കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട്. അതായത് ആ വർക്ക് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക്കേഷനും വിത്തിൻ ദ ടൈം ലിമിറ്റിനുള്ളിലും അതുപോലെ തന്നെ കോൺട്രാക്റ്റിൻ്റെ കണ്ടീഷൻസിനുള്ളിൽ നിന്നുകൊണ്ട് ആ വർക്ക് ചെയ്യില്ലെങ്കിൽ അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഓണറിന് കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓണറിന് ഡെപ്പോസിറ്റ് ചെയ്യും. അതിനാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി മീൻസ് ഓഫ് സെക്യൂരിറ്റി എന്നുള്ള മീനിങ്ങിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ. അപ്പോൾ അതിൻ്റെ കേസിൽ എങ്ങനെയാണ് പറയുന്നത്, വർക്ക് 2 lakhs കുറവുള്ള വർക്കാണെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് 10% ഓഫ് ടോട്ടൽ കോസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അതിന് എബോവ് 2 lakhs ആണെങ്കിൽ അതിൻ്റെ എന്താ എടുക്കുക, എബോവ് 2 lakhs കുറവാണെങ്കിൽ 10% ഓഫ് ഫസ്റ്റ് ലാക്ക്, ആദ്യത്തെ 1,00,000 10% എടുക്കും. പിന്നെ 7 to 0.5% ഓഫ് റെസ്റ്റ് എമൗണ്ട് എന്താണ് അതിൻ്റെ 0.5% ആണ് എടുക്കുന്നത്. 7 to 0.5%. എബോവ് 2 lakhs ആണെങ്കിൽ ആദ്യത്തതിൻ്റെ ഫസ്റ്റ് ലാക്കിൻ്റെ 10%ഉം അടുത്തതിൻ്റെ 7 to 0.5% ഓഫ് സെക്കൻഡ് ലാക്കും ബാക്കിയുള്ള റെസ്റ്റ് എമൗണ്ടിൻ്റെ 5% ആയിട്ടാണ് എടുക്കുക. ഡെപ്പോസിറ്റ് ഈസ് റീഫണ്ടബിൾ ആഫ്റ്റർ പ്രിസ്ക്രൈബ്ഡ് മെയിൻ്റനൻസ് പീരിയഡ്. അതായത് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈ കോൺട്രാക്ടർക്ക് ഓണർ റീഫണ്ട് ചെയ്യും. കോൺട്രാക്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ പെർട്ടിക്കുലർ പീരിയഡിനുള്ളിൽ അവരത് റീഫണ്ട് ചെയ്ത് കൊടുക്കും. എന്തായാലും പറയുന്നത് അടുത്ത് നോക്കാം. വൺസ് എ ടെൻഡർ ഈസ് ആക്സെപ്റ്റഡ് ദ സെലക്ടഡ് കോൺട്രാക്ടർ ഹാസ് ടു ഡെപ്പോസിറ്റ് എ സർട്ടൻ എമൗണ്ട് വിത്തിൻ ദ ഓണർ. ദിസ് എമൗണ്ട് ഓഫ് ദ ഡെപ്പോസിറ്റ് ഈസ് നോൺ ആസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഇതാണ് കറക്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ. അപ്പോൾ ഇത് കറക്റ്റ് നോക്കി നോക്കുക. അതായത് ഒരു ടെൻഡർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത കോൺട്രാക്ടർ സർട്ടൻ എമൗണ്ട് ഈ ഓണറിന് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഡെപ്പോസിറ്റിന് നമ്മൾ പറയുന്ന പേരാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഓക്കെ, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈസ് ടേക്കൺ ആസ് എ റേറ്റ് ഓഫ് 10% ഓഫ് ദ ടെൻഡർ എമൗണ്ട്. ടോട്ടൽ കോസ്റ്റിൻ്റെ 10%, ടെൻഡർ എമൗണ്ടിൻ്റെ 10% ആണ് യൂഷ്വലി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആണെങ്കിൽ അത് 1 to 2% ഓഫ് ടെൻഡർ എമൗണ്ട് ആണ്. ടോട്ടൽ കോസ്റ്റിൻ്റെ 1 to 2% ആണ്. എന്നാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണെങ്കിൽ 10% ഓഫ് ടെൻഡർ എമൗണ്ട്. Earnest money of the contractor whose tender has been accepted is adjusted in the security deposit. അതായത് ആദ്യം നമ്മൾ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എല്ലാ കോൺട്രാക്ടറും ടെൻഡർ കൊടുക്കുന്ന എല്ലാ കോൺട്രാക്ടറും ഡെപ്പോസിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഏത് കോൺട്രാക്ടർ ടെൻഡറാണോ ആക്സെപ്റ്റ് ചെയ്തത് അയാൾ എന്ത് ചെയ്യണം, അയാൾ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് നമ്മൾ തിരിച്ചു കൊടുക്കില്ല, ഓണർ തിരിച്ചു കൊടുക്കില്ല. അത് അവർ അടക്കുന്ന അവർ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് കളക്ടിങ് ദ ഹോൾ ഓഫ് സെക്യൂരിറ്റി മണി ഇൻ വൺ installment before starting the work, it can be collected gradually by deducting suitable amount from the running account bill of the contractor up to the extent of 10% of total cost of whole work. അതായത് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആദ്യം തന്നെ കളക്ട് 10% ഓഫ് ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അത് ആദ്യം തന്നെ കളക്ട് ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യുക, ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടർ എന്ത് കൊടുക്കും, ബില്ല് കൊടുക്കുമല്ലോ, ഇത്ര എമൗണ്ട് ഓണറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ബില്ല് കൊടുക്കുമല്ലോ, അവർ ചെയ്ത വർക്കിൻ്റെ ബില്ല്. അപ്പോൾ അതുമായിട്ട് ആ ടോട്ടൽ വർക്കിൻ്റെ 10% എത്രയാണോ ടോട്ടൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വേണ്ടത് അതും ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈ ബില്ലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ അതിന് ശേഷം വരുന്ന എമൗണ്ട് മാത്രമേ ഓണർ കോൺട്രാക്ടർക്ക് കൊടുക്കണ്ടൂ. അങ്ങനെയാണ് ചെയ്യുക. The security money is refunded to the contractor after the satisfactory completion of the whole work
ആഫ്റ്റർ എ സ്പെസിഫിക് ടൈം. അതായത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ കോൺട്രാക്ടർ എന്ത് ചെയ്യുന്നത്, ഒരു പിന്നെ ഓണർ കോൺട്രാക്ടറിന് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുള്ളൂ, റീഫണ്ട് ചെയ്യുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് പറയും, ഇത്ര മന്തിനുള്ളിലാണ് നമ്മൾ യൂഷ്വലി കൊടുക്കുക. യൂഷ്വലി ആഫ്റ്റർ 1 റെയിനി സീസൺ ഓർ 6 months ഓഫ് കംപ്ലീഷൻ ഓഫ് ദ വർക്ക്, അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു റെയിനി സീസൺ തന്നെ 6 മാസം കഴിഞ്ഞാലാണ് നമ്മൾ ഈ കോൺട്രാക്ടർ ഡെപ്പോസിറ്റ് ചെയ്ത സെക്യൂരിറ്റി എമൗണ്ട് ഓണർ കോൺട്രാക്ടറിന് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. Security amount is kept as a check so that the contractor fulfill the terms and conditions of the contractor and carries out the work satisfactorily according to the specification and maintenance progress and complete the work in time. അതാണ് പറയുന്നത്. അതായത് ഈ സെക്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്ന ഒരു ചെക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ കോൺട്രാക്ടർ കൊടുക്കുന്നത്. അപ്പോൾ കോൺട്രാക്ടർ എന്ത് ചെയ്യണം, ആ വർക്ക് സാറ്റിസ്ഫാക്ടറി കംപ്ലീറ്റ് ചെയ്യണം, ഫുൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം വിത്തിൻ ദ ടൈം പീരീഡിനുള്ളിൽ. ഹൈ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള വർക്ക് വിത്തിൻ ടൈം പീരീഡിനുള്ളിൽ അയാൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെക്ക് എന്നുള്ള രീതിയിലാണ് ഈ സെക്യൂരിറ്റി എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ. If contractor fail to fulfill the terms of contract, his whole part of the security money for forfeited. അതായത് ഈ കോൺട്രാക്ടർക്ക് ഈ കോൺട്രാക്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ സെക്യൂരിറ്റി എമൗണ്ട് തിരിച്ചു കൊടുക്കില്ല, അതാണ് ഫോർഫിറ്റ് ചെയ്ത കളി, അതാണ് പറയുന്നത്. ഫോർ വർക്കേഴ്സ് കോസ്റ്റിംഗ് അപ് ടു 1 lakh has security money is 10% of estimated cost. For costing more than 1 lakh, നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ള, അതുപോലെ അതാണ് കാര്യം. അതായത് 1 lakh വരെയാണെങ്കിൽ എന്താണ് 10% ആണ് എടുക്കുന്നത്. For costing more than 1 lakh and up to 2 lakhs rupees, security money is 10% on first and ആദ്യത്തെ 1 ലക്ഷത്തിന് 10% എടുക്കും, ബാക്കിയുള്ളതിന് 7.5% ആയിട്ടാണ് എടുക്കുന്നത്. മോർ ദാൻ 2 lakh ആണെങ്കിൽ ആദ്യത്തെ 1 lakhന് 10%, അടുത്ത 1 lakhന് 7.5%, അടുത്തതിന് എന്താണ് 5% ഓഫ് ബാലൻസ് എമൗണ്ട്. അങ്ങനെയുള്ള രീതിയിലാണ് ഇതിൻ്റെ സെക്യൂരിറ്റി എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ യൂഷ്വലായിട്ട് പറയുമ്പോൾ 10% ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് 10% ഓഫ് വർക്ക് എന്നാണ് നമ്മൾ യൂഷ്വലി പറയാം. ഏർണസ്റ്റ് മണി ആണെങ്കിൽ 1 to 2%. അപ്പോൾ ഇതാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റും. മനസ്സിലായല്ലോ? ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ചെക്ക് എന്നുള്ള രീതിയിൽ ഒരു ഗ്യാരണ്ടി, അയാൾ ആ വർക്ക് ചെയ്യാം, ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആ വർക്ക് ഏറ്റെടുത്തോളാം എന്നുള്ളൊരു ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ ആ കോൺട്രാക്ടർ ഓണറിന് കൊടുക്കുന്ന എമൗണ്ട് ഫസ്റ്റ് തന്നെ ടെൻഡർ കൊടുക്കുന്ന സമയത്ത് തന്നെ ടെൻഡർ ഡോക്യുമെൻറ്റ്സ് അതൊക്കെ വാങ്ങിച്ചിട്ട് അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ഇനി ആ ടെൻഡർ ഒരു കോൺട്രാക്ടർക്ക് ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ടർക്ക് ആ വർക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുമല്ലോ, കോൺട്രാക്ട് ചെയ്ത് കൊടുക്കുമല്ലോ. അങ്ങനെ ആ ടെൻഡർ വിളിച്ച് കഴിഞ്ഞാൽ, ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള കോൺട്രാക്ടർ ആ വർക്ക് വിത്തിൻ ടൈം പീരീഡിനുള്ളിൽ ഒരു ലാഗും ഇല്ലാതെ ഹൈ ക്വാളിറ്റിയുള്ള വർക്ക് ആ കോൺട്രാക്ട് ഡോക്യുമെൻറ്റിനകത്ത് പറയുന്ന എല്ലാ സ്പെസിഫിക്കേഷൻസും എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും പാലിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നുള്ളതിന് ഒരു ചെക്കായിട്ട് എന്താണ് കോൺട്രാക്ടർ ഓണറിന് കൊടുക്കുന്ന പൈസയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി 10% ഓഫ് ടോട്ടൽ വർക്കാണ് നമ്മൾ എടുക്കുന്നത്. അത് തിരിച്ചു കൊടുക്കും വിത്തിൻ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് വർക്ക് അതായത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ആഫ്റ്റർ 6 months ശേഷമാണ് അതിൻ്റെ സെക്യൂരിറ്റി എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്.